ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പച്ചിക്ക വൈബ്സിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ, ഒരു ക്വിക്ക് അൺബോക്സിങ് വീഡിയോ. അധിക ടൈമൊന്നും എടുക്കൂല എന്ന് വിചാരിക്കുന്നു, അധിക ടൈമൊന്നും എടുക്കൂല. അപ്പോൾ ഇന്നത്തെ ഈ അൺബോക്സ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ കാണുന്ന എൻ്റെ ഈ ഒരു മൈക്കാണ്. ഞാൻ ഒരു പുതിയ മൈക്ക് വാങ്ങിച്ചു, ബോയ ബൈ M1 എന്ന് പറയുന്നൊരു മൈക്രോഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് വാങ്ങിച്ച ഒരു സാധനം തന്നെയാണ് ഇതും. അപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാകുമ്പോൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിക്കൂടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് വാങ്ങിച്ചത്. ഇപ്പം ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്തിട്ട് അൺബോക്സിങ്ങൊക്കെ നേരത്തെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചെയ്തു, പ്രൊഡക്റ്റ് അടിപൊളിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അൺബോക്സ് ചെയ്തത്, കുറേ ഈ ഒരു വീഡിയോ തന്നെ ആ ഒരു അൺബോക്സിങ് സെഷനിൽ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് അൺബോക്സ് ചെയ്യാൻ തീരെ അറിയില്ലാന്ന്. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു സ്പെഷ്യലാണ്. ബിക്കോസ് ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ യൂട്യൂബിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് ഈ ഒരു മൈക്രോഫോണ്. അപ്പോൾ ഒരു എന്താ പറയുക, ആദ്യമായിട്ടാണ് ഞാൻ പൈസ ഒക്കെ ചിലവാക്കിയിട്ട് യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരു സംഭവം വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് അൺബോക്സിങ് വീഡിയോ ആയിട്ടൊന്ന് എടുത്തത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും എന്തായാലും കാണുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പോസ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളും ചെയ്തേക്കുക. പിന്നെ ഈ ഒരു മൈക്കിൻ്റെ ബോയ ബൈ M1 എന്ന് പറയുന്ന മൈക്കിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് വേഗം അൺബോക്സിലേക്ക് കിടക്കാം, അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതാണ് നേരത്തെ പറഞ്ഞ ബോയ ബൈ M1 എന്ന് പറയുന്ന ആ ഒരു മൈക്രോഫോൺ. കുറേ യൂട്യൂബേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ആ ഒരു മൈക്രോഫോൺ ഇതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് അൺബോക്സിങ് നടത്താം. അപ്പോൾ ഗൈസ് ഇതാണ് ആ സംഭവം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അൺബോക്സ് ചെയ്യുമ്പോൾ, കാരണം എൻ്റെ സ്റ്റിക്ക് പിടിക്കുന്ന രീതി കുറച്ച് സീനാണ്. അപ്പോൾ ഇതിന് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങാണിത്. ഇത് നമുക്ക് ആദ്യം തന്നെ എന്തെല്ലോ ഒരു പേപ്പറൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് എന്താ, ഇതെൻ്റെ ബില്ലിങ് അഡ്രസ്സ്. ഇത് മറ്റേ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ റിട്ടേൺ അടിക്കാൻ വേണ്ടി ഇത് കൊടുത്താൽ മതി. ഇപ്പം വേറൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയ BY M1, ബോയ ബൈ M1. ഇതാണ് സംഭവം. സൂപ്പർ സൗണ്ട് ഫോർ പ്രസൻറ്റേഷൻ ആൻഡ് വീഡിയോ റെക്കോർഡിംഗ്, ലാവിലെ മൈക്രോഫോൺ, മൈക്രോ ഫാർവൈറ്റ് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്താണുള്ളത്. ഇതിങ്ങനെ ആക്കുക, എന്നിട്ട് നല്ല അടിപൊളി പാക്കിങ്ങാണ് തോന്നിട്ടാ. ഇവ ഒരു പൗച്ചിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഉള്ളത്. ബോയ ഒരു പൗച്ച്. ഇതിൻ്റെ ഒപ്പം ഇതെന്താ, ഇത് സ്റ്റിക്കേഴ്സ് ഉണ്ട്, 2 ബോയിൻ്റെ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടാവുമല്ലോ, ഒരു ഗൈഡുണ്ട്. ഈ യൂണിവേഴ്സൽ ആവില്ല മൈക്രോഫോൺ, ഇതിൻ്റെ കുറച്ച് ഗൈഡൊക്കെയാണ് എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ പരിപാടികളൊക്കെ കാണിച്ചു തരാൻ. പിന്നെ നമ്മളെ കൂടെ ഇതിനകത്ത് ഒന്നുമില്ല. പൗച്ചിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഇല്ലയെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു മൈക്കാണുള്ളത്. മൈക്ക് നമുക്ക് സൈഡിൽ വെക്കാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു അഡാപ്റ്റർ ഉണ്ട്. പിന്നെ മറ്റേ ഈ ഹോൾഡ് ചെയ്യുന്ന സംഭവമില്ല, മൈക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. ബാറ്ററി ഉണ്ട്. പിന്നെ ആ മൈക്കിൽ ഫിറ്റ് ചെയ്യേണ്ട എന്താ പറയുക, ഒരു ബഡ്സ് പോലത്തെ ആ ഒരു സാധനം കൂടി ഉണ്ട്. പിന്നെ 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 ഇതെന്താണെന്ന് ചോദിച്ചാൽ സിലിക്ക ജെൽ. ഇത് മറ്റേ എന്തെങ്കിലും ഇൻസെക്റ്റ് മോസ്കിറ്റ് അങ്ങനെ ഈ കൂറനെ അങ്ങനെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മൈക്ക്. ഈ മൈക്കിൽ ഈ സാധനം എന്താണെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നൊരു സാധനം. എന്നിട്ട് കയറാൻ കുറച്ച് പണിയുണ്ടാവും. ഓക്കെ, സാധനം കയറ്റിയിട്ടുണ്ട്. ഇനി വേറെ എന്താ സാധനം ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ഇത് നമുക്ക് ഇതിൻ്റെ ഒപ്പം കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ആ ഒരു സംഭവം. നമുക്ക് ഈ മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
മൈക്കിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഒക്കെ ഒന്ന് നടത്താം. അതിന് മുമ്പ് ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ഈ ഫോണിനകത്ത് ആ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ വെച്ച് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് മൈക്കിൽ സംസാരിക്കുന്നതല്ല. ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് മൈക്കിൽ സംസാരിക്കുന്നതല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിനകത്തിലെ ആ ഒരു ഓഡിയോ ആണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് മൈക്കിനകത്തിലെ സംസാരം ഒന്ന് നോക്കാം. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു ഓഡിയോ എന്ന് പറയുന്നത് എൻ്റെ മൈക്കിനകത്തിലെ ആ ഒരു ഓഡിയോ ആണ്. ഇപ്പോൾ ഞാൻ അത് ഫോണിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയില്ലെന്ന് ഇപ്പോൾ എനിക്കറിയില്ല, അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഒന്നുകൂടെ കാണിച്ചത് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ എൻ്റെ ഫോണിനകത്തിലെ ആ ഒരു ഓഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തിപ്പോൾ പറയാന്ന് വെച്ചാൽ നമ്മൾ അൺബോക്സിങ് വീഡിയോ റിവ്യൂ ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഇല്ലു. എനിക്ക് ആക്ച്വലി നല്ല വൃത്തിക്ക് അൺബോക്സിങ് റിവ്യൂ ഒന്നും ചെയ്യാനൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു എന്തെങ്കിലും ഇതിൻ്റെ കാട്ടിക്കൂട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, പിന്നെ ഗൈസ് എൻ്റെ കുറച്ചുകൂടി കലകളൊക്കെ നിങ്ങൾക്ക് കാണണോ എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോഡക്റ്റ് അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും എന്തായാലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് വാങ്ങിച്ചോ. ഇപ്പോൾ പണ്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു 950 റുപ്പീസായിട്ട് കണ്ടത്. ബട്ട് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഒരു 700 സംതിങ്ങിനാണ്. അപ്പോൾ നല്ലോണം പ്രൈസൊക്കെ കുറച്ചൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, യൂട്യൂബ് വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് വാങ്ങിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ മൈക്കിൻ്റെ കുറച്ച് ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ ബൈക്ക് വാങ്ങിച്ച ഒരു ആമസോണിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടവർക്കൊക്കെ വാങ്ങിക്കാം. പിന്നെ അഥവാ ഇപ്പോൾ ലിങ്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കമൻറ്റ് ചെയ്യണതാണ്. ബിക്കോസ് ഇടയ്ക്ക് മറന്നുപോയാലും ചെയ്യും. കാരണം ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ എന്താ പറയുക, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലോ എഴുതി കൂട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഇടാൻ വേണ്ടി ചിലപ്പോൾ മറക്കും. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ വേറെ എന്തെങ്കിലും ഒരു വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാം. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ അയക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഒന്നുകൂടി പറയുന്നത്, ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് നിർത്താം. ഓക്കെ, ബൈ, ടാറ്റ, സി യു, ഗുഡ് നൈറ്റ്. ഗൈസ്, ഇതിന് മുമ്പുണ്ടായ ആ ഒരു പാർട്ടിൽ ഇവിടെ മൈക്കും വെച്ചിട്ട് ഫോണിലെ ഓഡിയോ യൂസ് ചെയ്തതിന് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഓക്കെ.